വേറെ ഒന്നും കൊണ്ടല്ല. അതായത് ഏത് രീതിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഗേ കപ്പിൾസ് ഉണ്ട്, നോർമൽ കപ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ലെസ്ബിയൻസും ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്നത് ലെസ്ബിയൻസിലും, ഏറ്റവും കുറവ് ഡൈവോഴ്സ് നടക്കുന്നത് ഗേ കപ്പിൾസിലും തീർച്ചയായിട്ടും. അതൊരു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അതെന്നാക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആമ്പിള്ളേര് തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. തമ്മിലാണെങ്കിലല്ല, ഒരു വഴക്കുണ്ടാക്കുമ്പോ ഒരിക്കലും നമ്മൾ പാസ്റ്റിലേക്ക് പോവില്ല. തീർച്ചയായും ഇപ്പൊ നടന്ന പ്രശ്നമാണോ നമുക്ക് ഇപ്പൊ പറഞ്ഞ് അത് തീർത്തിട്ട് അവർക്ക് അടുത്ത പരിപാടി പിടിക്കാതെ ഗേ കമ്മ്യൂണിറ്റിയെ അങ്ങ് ഹൈപ്പിലേക്ക് ആക്കുന്നതല്ല. പക്ഷെ രണ്ട് ആമ്പിള്ളേരുടെ തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സമാധാനത്തിനും ഈ പറയുന്ന സംഭവത്തിനെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. അതൊന്നുമല്ല, നമ്മളതിൽ എത്ര അടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെ. പക്ഷെ എന്നാലും നമുക്കൊരു കോർ സാധനം ഉണ്ട് അവിടെ. ഒരു ദിവസം കൊണ്ട് അതൊക്കെ തീർന്നിട്ടില്ലേ? അത് തന്നെ. ഒരു ദിവസം അന്യായ അടി ഉണ്ടാക്കിയിട്ട് തൊട്ട് താഴെ വന്നിട്ട് ഏതോ രണ്ടുപേരും അടി ഉണ്ടാക്കിയിട്ട് അവര് ബിങ്കോയും കഴിച്ചത് ലേസ് കഴിച്ച് അത് തിരിച്ചാക്കുന്നത് കണ്ടിട്ട് ഇവൻ എന്റെ അടുത്ത് ചോദിച്ചു, ലേസ് അടിക്കുമ്പോ പോവാൻ വണ്ടി എടുക്കുക. അത്രേ ഉള്ളൂ, അതവിടെ തീർന്നു. കാരണം ആമ്പിളറുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഇത് പെമ്പിളർക്ക് ഹേർട്ട് ആയ പോലും പറയുവാണ് അത് അങ്ങനെയാണ്. നീയൊക്കെ ഉണ്ടല്ലോ പെമ്പിള്ളേരെ, നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ഓട്ടം കൊണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാകുന്നേടം വരെ. അയ്യോ, ഡേറ്റ്, സമയം, മാസം അതൊക്കെ ഡേറ്റ് പോടുമല്ലോ അല്ലെ? ഇത് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് ഇങ്ങനെ നിങ്ങൾ തങ്ങളോട് തിരിച്ചു ചോദിക്കും അല്ലേ? എന്റെ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞതാണ് നമ്മുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ട്. അതായത് അല്ല, പോഡ്കാസ്റ്റ് അല്ല, എന്റെ വ്ളോഗ് കണ്ടിട്ട്, അതായത് നമ്മുടെ വ്ളോഗ് കണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞാണ്, എടാ നിങ്ങൾ ആമ്പിള്ളേരെ കൊണ്ടാണ് ഇങ്ങനെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ പറ്റത്തുള്ളൂ. അതായത് നിനക്കിട്ട് ഞാനൊരെണ്ണം തന്നു, നിനക്കിട്ട് ഒരെണ്ണം തന്നു, നമ്മൾ അങ്ങോട്ട് തിരിച്ചു ഇങ്ങനെ തന്നു, നമ്മൾ പിന്നെ തോളത്ത് കഴിയിട്ട് നമ്മൾ ചിരിച്ചോണ്ട് വല്ലായിരിക്കും. ഒരാൾ വിറ്റടിച്ച് കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്തു, അടുത്ത ആൾ അടുത്ത് വിറ്റടിക്കുന്നത് സപ്പോർട്ട് ചെയ്തു. പക്ഷെ പെമ്പിള്ളേർ അങ്ങനെയല്ലെന്ന്. പെമ്പിള്ളേര് 3-4 പേര് കൂടി നിന്നിട്ട് ഒരുത്തിക്കിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് അതവളെ മനസ്സിൽ വെക്കും. അതവളെ മനസ്സിൽ വെക്കും. അടുത്തവള് ഒന്ന് അടിക്കുന്നോളം വരെ മറ്റവള് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിലായിരിക്കും ഇരിക്കുന്നത്. അവരുടെ മനസ്സിൽ ആ സാധനം കിടക്കും. അത് ഭയങ്കരമായിട്ട് പേഴ്സണലി എടുക്കും അവര്. അതുകൊണ്ട് ചേച്ചി പറഞ്ഞാണ്, 4 പെമ്പിള്ളേരാണ് ഇങ്ങനെ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നെങ്കിൽ അവരെ ആ വ്ളോഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും അന്യായി അടിയായിരിക്കും. ആ ഒരു അവസ്ഥ ആയിരിക്കും. അതാണ് ആ ഒരു വ്യത്യാസമുണ്ട്. അതെന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കണ്ടുപിടിക്കുന്ന ചില കാര്യങ്ങളും ഉണ്ടല്ലോ ഈ പറയുന്ന പോലെ. അതാണ് ഈ പെമ്പിള്ളേരുടെ ഫ്രണ്ട്ഷിപ്പും ആമ്പിള്ളേരുടെ ഫ്രണ്ട്ഷിപ്പും ഒക്കെ പകലും രാത്രി വല്ല വ്യത്യാസമുണ്ട്. കാരണം പെമ്പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു, അതാണ് അവരുടെ സെറ്റപ്പ്. നമ്മൾ തന്നെയാണെങ്കിൽ എന്തു ആയിട്ടുണ്ടെങ്കിൽ അവന്റെ അപ്പൂപ്പന്റെ കൂട്ടത്തിൽ ഒരുത്തിന് ഒരു കുറവുണ്ടെന്ന് പറഞ്ഞ് അതിൽ കയറി ഡോമിനേറ്റ് ചെയ്യാൻ ആരും പോവില്ല. ഏറ്റവും വലിയ എക്സാമ്പിൾ ഒരുത്തന്നെ മൂക്കിരിക്കുന്നുണ്ട്, അടിച്ച് പന്നായിട്ട് ഇരിക്കുന്നത്. കണ്ടു കാണത്തില്ല. ഏറ്റവും കൂടുതൽ ഇവര് കണ്ടു കാണത്തില്ല. ഇത് 1.5 ഇത് 1.25, അത് 2.75 1.75 അത്രേ ഉള്ളൂ. പക്ഷെ ഈ സെയിം സിറ്റുവേഷൻ പെമ്പിള്ളേർക്കാണെങ്കിൽ അവൾക്ക് ഈ ഒരു സംഭവത്തിൽ കുറവ്, അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഡോമിനേറ്റഡ് ആണ്, ഓക്കെ എനിക്ക് ആ ഒരു വിലയുണ്ട് എന്നുള്ള രീതിക്ക് അത് മനസ്സിൽ വെച്ച് എന്നെ ചിലയിടത്തൊന്ന് അടിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് കണ്ടേക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഒഫൻഡഡ് ആയിട്ട് കാര്യമില്ല. കണ്ടേക്കുന്ന കാര്യങ്ങൾ നീ പറയേണ്ട കാര്യമേ ഇല്ല. നീ നിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പൊ അവര് കമന്റിൽ വന്നിട്ട് കത്തിക്കട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. വെറും 200 വ്യൂസ് ഉള്ള കഴിഞ്ഞ പോഡ്കാസ്റ്റിന് എനിക്ക് വന്ന റിപ്ലൈകളും അഭിപ്രായങ്ങളും ഉണ്ട്. നീ സന്തോഷമായി. സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അതുപോലെ ആൾക്കാരിലേക്ക് ഹിറ്റ് ചെയ്യണം കാര്യങ്ങൾ. കാരണം ആ ഒരു ഓഡിയോ അവര് ഉള്ള തെറിയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം അവര് പറയുന്നുണ്ട്, ഇതൊക്കെ ഉള്ളതാണെങ്കിൽ പോലും നീ ഇത് പുറത്ത് ഇങ്ങനെ പറയാൻ പാടില്ല. അതാണ് സംഭവം. അതാണ്, അത്രേ ഉള്ളൂ. അത് തന്നെ.